കറി പോലും വേണ്ട കേട്ടോ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണമെങ്കിൽ. ഒരു കപ്പ് റവയും തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം. അതേ കപ്പിന് തന്നെ അര കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 4-5 ചെറിയ ഉള്ളിയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചെറുള്ളിയും കൂടി ഇതിലിട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. റവ എടുത്ത അതേ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളമാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റവൻ്റെയും തേങ്ങൻ്റെയും ഒപ്പം നിൽക്കുന്ന തോതിലാണ് കേട്ടോ വെള്ളം നിൽക്കേണ്ടത്. ഇനി ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ദോശമാവിൻ്റെ ഒക്കെ അത്ര ലൂസ് മതിയിട്ടത്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിലോട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പരത്തി കൊടുക്കൊന്നും വേണ്ട കേട്ടോ. കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്നങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ചെറുതായിട്ട് ഇങ്ങനെ പൊള്ളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ. പൊരിച്ച പത്തിരിൻ്റെ ഒക്കെ ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ. കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.